ഹലോ, അങ്ങനെ നമ്മുടെ 30ാമത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? എനിക്കിവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പുറത്തോട്ട്. ആദ്യം തന്നെ പട്ടുവിൻ്റെ സ്പെക്സ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. 2 ഷെയ്ഡും വെച്ചപ്പോൾ അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് പോയിട്ട് ആദ്യം കളക്ട് ചെയ്തു. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി 1, 2, 3 പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ലേറ്റായിട്ട് വീട്ടിൽ വരുമ്പോഴും അതുപോലെ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ പറയുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലെല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, എല്ലാം ഒരു ദിവസം തന്നെ ചെയ്യണമെന്ന് ഇപ്പോൾ എന്താ അത്ര നിർബന്ധം? നാളേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചുകൂടെ, നാളെ ചെയ്താൽ പോരെ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ടോ. ഈവൻ എൻ്റെ പാരൻസ് പോലും ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്തോ ആയിക്കോട്ടെ, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കുഴപ്പമില്ല, നമ്മളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിലിപ്പോൾ എന്താ കുഴപ്പം അല്ലേ? അതിപ്പോൾ നാളത്തേക്ക് മാറ്റി വയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നാളെ ചെയ്യാനായിട്ട് വേറെയും കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തോന്നുന്ന ആഗ്രഹങ്ങൾ നമുക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് സാധിച്ചെടുക്കാനായിട്ട് നോക്കാം. പിന്നെ എനിക്ക് ന്യൂ ഇയർ ആയിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതുപോലെ നമ്മുടെ താല്പര്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്യാരക്ടർ, അതിനോടൊക്കെ എപ്പോഴും ട്രൂത്ത്ഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനോ ആഗ്രഹങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ സ്വയം ഫേക്കായിട്ട് കൊണ്ട് നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടോ. പലപ്പോഴും അതിൽ നിന്ന് ആ ട്രാക്കിൽ നിന്ന് പുറത്തോട്ട് പോകാറുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ആ ട്രാക്കിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നും എനിക്ക് അങ്ങനെ ആവാൻ പറ്റണം എന്നാണ് കേട്ടോ ഞാൻ ന്യൂ ഇയർ ആയിട്ട് വിചാരിക്കുന്നത്. ഏറ്റവും വലിയ ഫസ്റ്റത്തെ ഒരു കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വയം അറിയാവുന്നത്. നമ്മുടെ അതേ കാഴ്ചപ്പാടുകളായിരിക്കണം എന്നില്ല നമ്മുടെ ചുറ്റുമുള്ള ആർക്കും. ഈവൻ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പോലും നമ്മളെ അത്ര കണ്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്കും നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും മറ്റൊരാളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളങ്ങനെ ചെയ്താൽ അവർ നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ, നമ്മളങ്ങനെ ചെയ്താൽ അവർ നമ്മളെ നല്ലതായിട്ട് കരുതുള്ളൂ എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മളെ എല്ലാവരും നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പോലും പാടില്ല എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ നമ്മളെല്ലാവരും നല്ലത് പറയണം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ചില സമയത്ത് ഈ ഇഗ്നോർ ചെയ്യുന്ന കഴിവുണ്ടല്ലോ, അത് ഭയങ്കര ഒരു വരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഒറ്റയടിക്കൊന്നും നമുക്കങ്ങനെ നേടിയെടുക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട വലിയൊരു കഴിവാണ് കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരു കഴിവ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പെൺകുട്ടികൾക്ക് പറയുന്ന ഒരു പേരാണ് അഹങ്കാരി എന്ന് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് പാവമായി ഒരുപാട് പ്ലീസിങ് ആയി ഉള്ളിൽ വിഷമിച്ച് നടക്കണേക്കാളും നല്ലത് നമ്മൾ അഹങ്കാരിയാണെന്ന് പറയുന്നതാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഞാൻ എൻ്റെ മക്കളേനെയും അങ്ങനെ തന്നെ വളർത്താനാണ് കേട്ടോ ആഗ്രഹിക്കാറുള്ളത്. ഒരുപാട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും അവരെ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഇഷ്ടമുള്ളതുപോലെ അവരുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് അവരെന്നെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എസ്പെഷ്യലി പെൺകുട്ടികളായതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എത്ര വർഷം കഴിഞ്ഞാലും ഫേസ് ചെയ്യേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് അവരെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ 3ാമത് പ്രഗ്നൻ്റ് ആയിട്ട് അത് അബോർഷനായി പോയ സമയത്ത് അതൊരു ആൺകുട്ടി ആയിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ ഒരുപാട് ടീമുകൾ ഞങ്ങളുടെ റിലേറ്റീവ്സിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും പെൺകുട്ടി ആൺകുട്ടി എന്ന് വേർതിരിച്ച് കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ പണ്ടത്തെ ആ ഒരു കാലത്തു നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും നേരം വെളുക്കാത്ത ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചിലവ് കൂടുതലാണെന്നും ആൺകുട്ടികളാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, അവരിങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ളൊരു തരം ഒരു മൈൻഡ് സെറ്റാണെന്ന് തോന്നുന്നു പലർക്കും. പക്ഷേ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മനസ്സുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ആരാണെങ്കിലും നമ്മൾ നോക്കും കേട്ടോ. നമ്മൾ പാരൻസ് ചെയ്യേണ്ട ആകെ ഒരേ ഒരു കാര്യമുള്ളൂ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർക്കൊരു വ്യക്തിത്വമുണ്ട്. അവരുടെ ജീവിതം അവരുടേത് മാത്രമാണ്. നമ്മൾ ജന്മം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ജീവിതം ഒരിക്കലും നമ്മുടെ സ്വന്തം ആവുന്നൊന്നുമില്ല.
ഉറപ്പായിട്ടും അവരെ നമ്മൾ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, അതുപോലെ കൊഞ്ചിക്കേണ്ട സമയത്ത് കൊഞ്ചിക്കണം, ചീത്ത പറയേണ്ട സമയത്ത് ചീത്ത പറയണം, എല്ലാം നമ്മൾ ചെയ്യണം. ഇതൊക്കെയും അവർ പഠിച്ച് വളരണം. പക്ഷേ അവരുടെ ജീവിതം അവരുടെ സ്വന്തമാണ്. അവർ അവരുടെ ലൈഫിനെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാനായിട്ട് നമ്മളവർ വിട്ടു കൊടുക്കണം. ഫ്രീഡം എന്ന് പറയുന്നത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെയാണെന്ന് നമ്മൾ പാമ്പിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തന്നെ വളർത്തണം. അപ്പം ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നൈറ്റായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ എവിടെയും പോയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് വേറെ ഒന്നിനല്ല, ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകാം. ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോഴേക്കും ചുണ്ടുവിന് ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പാർസൽ വാങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന്. പോയിട്ട് അൽഫാം വാങ്ങി, അതുപോലെ 1-2 വേറെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് പാർസൽ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.